നമസ്തേ. നമസ്തേ. എല്ലാ ചൂടിലും, ഇലക്ഷന്റെ ചൂട്, അന്തരീക്ഷ ചൂട്, ക്ലൈമാറ്റിക് വേരിയേഷൻ, ഇതിന്റെ ഇടയിൽ അതിലൊക്കെ ഒരു ചൂടൻ വാർത്തയുമായിട്ട് ഞാൻ നിങ്ങളെ ഒരു യുവ കോമണിനെ പരിചയപ്പെടുത്താണ്. മിസ്റ്റർ ഷിനോജ് പി ഡി. അദ്ദേഹം വാർത്താ പ്രാധാന്യമുള്ള, അദ്ദേഹം പറയുന്ന ഇലക്ഷനൊന്നും അല്ല ഇവിടെ പ്രാധാന്യം, എക്കണോമിക്കൽ റിവൈവൽ വരുവാണ്, റെവല്യൂഷൻ വരുവാണ്, യുദ്ധം പോലും അതിന് ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഇദ്ദേഹത്തിന് ഞാൻ ഉദ്ദേശിക്കുന്ന പേര് ക്രിപ്റ്റോ ഷിനോജ്, അതാ ഷിനോജ് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചൊക്കെ പലരും പറയാറുണ്ടെങ്കിലും ആധികാരികമായിട്ട് അത് എന്താണെന്ന്, ജനങ്ങൾ അതിൽ എത്രമാത്രം ഇൻവോൾവ് ആവണമെന്നൊക്കെയുള്ള ആധികാരികമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു 8-10 വർഷമായിട്ട്, അല്ലേ, 10 വർഷത്തോളം ആയിട്ടുണ്ടെന്ന് ഞാൻ കാണുമ്പോഴൊക്കെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പോൾ എന്താണ് മിസ്റ്റർ ഷിനോജ് അങ്ങയുടെ ഭാഷയിൽ കൂടെ ഈ ഇലക്ഷനോ ഈ യുദ്ധമോ ഒക്കെ ആയിട്ട് എങ്ങനെയാണ് കോറിലേറ്റ് ചെയ്യുന്നത്? അതായത് നമ്മളറിയേണ്ടത്, കാലഘട്ടം പോകും തോറും എല്ലാത്തിനും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. തീർച്ചയായിട്ടും. നമ്മൾ നാണയത്തിന്റെ യുഗത്തിൽ നിന്നും പേപ്പർ കറൻസിയിലേക്ക് വന്നു, പേപ്പറിൽ നിന്നും നമ്മൾ ബോണ്ടിങ് സിസ്റ്റത്തിലേക്ക് പോയി, ഇപ്പൊ നമ്മൾ ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റത്തിൽ നിൽക്കുന്നു. അപ്പൊ ഇനി വരുന്നത് ഹയർ സെക്യൂരിറ്റി ആയിരിക്കുന്നതിനെയാണ് ലോകം എപ്പോഴും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും ഇതിൽ നിന്ന് അപ്ഡേഷൻ ആണ് വരാനിരിക്കുന്നത്. അപ്പോൾ അപ്ഡേഷന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ക്രിപ്റ്റോ കറൻസി എന്ന് പറയപ്പെടുന്നത് ഒരു സംരംഭം, അല്ലെങ്കിൽ ആ ഒരു സംവിധാനം നിലനിൽക്കുന്നത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയിലാണ്. അപ്പോൾ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടെക്നോളജി വെബ് 2.0 വേർഷനെ കഴിഞ്ഞും 3.0 എന്ന് പറയുന്ന ഒരു അഡ്വാൻസ് ടെക്നോളജിയുടെ വേർഷനാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേപ്പർ കറൻസികളായിരിക്കുന്ന ബാങ്കിങ് സംവിധാനങ്ങൾ, അതായത് സെൻട്രലൈസ് എന്ന് പറയുന്ന ഒരു സെൻട്രലൈസ് ഡിവിഷനിൽ നിന്നും ഒരു ഡീസെൻട്രലൈസ് സിസ്റ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു എക്കണോമിയാണ് ശരിക്കും ഡിജിറ്റൽ എക്കണോമി എന്ന് പറയുന്നത്. ഞാൻ ഒരു തമാശ പറഞ്ഞോട്ടെ. അതായത് അങ്ങ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ LKG UKG, അവിടുന്ന് 12th ക്ലാസ്, പ്രീ ഡിഗ്രി, PG, റിസർച്ച് എല്ലാം കഴിഞ്ഞ് സയന്റിസ്റ്റിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഞങ്ങളിപ്പോഴും ഞങ്ങളുടെ രാഷ്ട്രീയക്കാർ പറയുന്നത് കണ്ണൂർ അപ്പം ഉണ്ടാക്കിയാൽ എറണാകുളത്ത്, തിരുവനന്തപുരത്ത് കൊണ്ടേ വിൽക്കാം എന്നുള്ള യുഗത്തിലേ എത്തിയിട്ടുള്ളൂ. LKG യുഗത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രബോധകരോടാണോ നിങ്ങൾ ഇങ്ങനെയുള്ള വലിയ വലിയ എന്തൊക്കെ ഇപ്പോൾ പറഞ്ഞ ലാസ്റ്റ് ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് വിശദീകരിക്കാമോ? ബ്ലോക്ക് ചെയിൻ എന്നൊക്കെ പറഞ്ഞാൽ, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഹയർ സെക്യൂരിറ്റിനെയാണ് പ്രദാനം ചെയ്യുന്നത്. അവിടെ ബ്ലോക്കുകളിലൂടെ ഡാറ്റകളെ സംരക്ഷിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ സ്വീകരിച്ചു വരുന്ന ട്രഡീഷണൽ ആയിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഫിയാറ്റ് വ്യവസ്ഥയിൽ നിൽക്കുന്നതൊക്കെ സെൻട്രലൈസ് ഡിവിഷനിലാണ്. ഫിയാറ്റ് വ്യവസ്ഥ, നമ്മൾ ബാങ്കിങ് സംവിധാനങ്ങളും മറ്റുള്ള എല്ലാം ഫിയാറ്റ് വ്യവസ്ഥകളാണ്. അപ്പൊ ഫിയാറ്റ് വ്യവസ്ഥകളിൽ നിലനിൽക്കുന്ന സംവിധാനം എന്ന് പറയുന്നത് ലെഡ്ജർ സൂക്ഷിക്കുന്നത് ഒരു സെൻട്രലൈസിലാണ്. അപ്പൊ സെൻട്രലൈസിൽ ലെഡ്ജർ സൂക്ഷിക്കപ്പെടുകയും തിരുത്തപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? അവിടെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു സംവിധാനം ഒരു പക്ഷേ അവിടെ കറപ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ നമ്മൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, വിശ്വാസമാണ്. ശരിക്കും ഡിപ്പോസിറ്റ് അല്ല, ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലോണായിട്ടാണ് നിങ്ങളുടെ നിന്ന് വാങ്ങുന്നത്. അതുപോലെ നിങ്ങൾ എത്ര കോടി രൂപ ഇട്ട് കഴിഞ്ഞാലും ബാങ്ക് അവർ പൊളിച്ചാൽ നിങ്ങൾക്ക് തുച്ഛമായ ഒരു എമൗണ്ട് തരുമെന്നുള്ളതാണ് നിങ്ങൾ എഗ്രി ചെയ്ത് വെച്ചേക്കുന്നത്. ബാങ്കിങ്ങിൽ തന്നെ ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് അനദർ ചീറ്റിംഗ്. അതെ, അവിടെ എല്ലാം ഹൈഡ് ആയിട്ടിരിക്കുന്ന ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ സെൻട്രലൈസ് ഡിവിഷന് ഏത് സമയത്തും അവർക്ക് ആ തീരുമാനങ്ങളെ മാറ്റുകയും പുനർക്രമീകരണം ചെയ്യുകയും ചെയ്യാം. അത് നമുക്ക് ആർക്കും പൊതുസമൂഹത്തിന് ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത രീതിയിലാണ് അതിനെ ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇന്നത്തെ യുവതലമുറ ഇതിലൊക്കെ ബോധവാന്മാരാണോ? ക്രിപ്റ്റോ കറൻസികളിൽ യുവതലമുറ സ്വയം അന്വേഷിക്കുന്ന ഏതാനും ചിലർക്ക് മാത്രമേ ഇതിനെ കുറിച്ചിട്ട് വ്യക്തതയുള്ളൂ. ഞാൻ ചോദിക്കാൻ കാര്യം വെച്ചാൽ, ഇപ്പൊ ഇലക്ഷൻ നടക്കുകയാണ്, ഏതെങ്കിലും ഒരു ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ ജയിച്ചവർക്കോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ 144 MLA-മാരാവാൻ യോഗ്യരായി നിൽക്കുന്ന ആർക്കെങ്കിലും ക്രിപ്റ്റോ കറൻസി എന്നോ ബ്ലോക്ക് ചെയിൻ എന്നോ നിങ്ങൾ പറഞ്ഞ ഫിയാറ്റ് വ്യവസ്ഥ എന്നോ അല്ലെങ്കിൽ അതോ അവർക്ക് ഇപ്പോഴും ഉണ്ടാക്കി വിൽക്കുന്ന ഈ യുഗത്തിൽ ഇതുകൊണ്ടാണ് ഇവിടുത്തെ യുവാക്കളെല്ലാം ഇവിടുന്ന് പോകാൻ വെമ്പൽ കൊള്ളുന്നത്? തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കാണുമ്പോൾ അധികാരവും അറിവെന്ന് നമ്മൾ നടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അറിവുള്ളവർ എന്ന് നമ്മൾ കരുതിയിരിക്കുന്നവരും അധികാര കസേരയിൽ ഇരിക്കുന്നവരുടെ കയ്യിലും ഒരു നയാ പൈസയുടെ ബോധമില്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോൾ അവിടെ യുവതലമുറ എന്ത് ചെയ്യും? കാരണം ഈ യുവതലമുറക്ക് ഇന്ന് ഇരിക്കുന്ന അഡ്വാൻസ് ടെക്നോളജികളെ അവർക്ക് അറിയാമെങ്കിൽ പോലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അതിലും വലിയ തമാശ, സ്കൂളിൽ പോലും ഫോൺ കൊണ്ടുപോകാൻ പാടില്ലെന്നും ഫോണിന്റെ ഉപയോഗം നിരോധിക്കണമെന്നും പറയുന്ന ഒരു തലമുറയാണ് അധികാരത്തിലിരിക്കുന്നത്. ലോകത്ത് മൊത്തം ഞാൻ പറയും, ഇവിടെ മാത്രമല്ല, നേരെ മറിച്ച് ഇന്ന് ശ്വാസോച്ഛ്വാസം പോലും ഫോണിൽ കൂടെ വിടേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ, അപ്പൊ ഡിജിറ്റൽ ലോകത്തിൽ ജീവിക്കുകയും എന്നാൽ ഡിജിറ്റൽ വേണ്ട എന്ന് നിയമപരമായിട്ട് പറയുകയും ചെയ്യുമ്പോൾ, നിങ്ങൾ പറയുന്ന ഡിജിറ്റൽ കറൻസി അല്ലെങ്കിൽ ഈ ക്രിപ്റ്റോ കറൻസിയൊക്കെ എന്താണ് അതുകൊണ്ടുള്ള ഗുണം? എങ്ങനെയാണ് അത്? അപ്പോൾ US ഡോളർ അല്ലേ ലോകത്തെ ഏറ്റവും വലിയ രാജാക്കന്മാർ? അവർ ഭരിക്കാൻ വേണ്ടിയല്ലേ ഇപ്പൊ ഇറാൻ
വാറൊക്കെ നടക്കുന്നത്? തീർച്ചയായിട്ടും അവിടെയാണ് നമ്മൾ അറിയേണ്ടത്. ക്രിപ്റ്റോ കറൻസി നിലനിൽക്കുന്നത്, ക്രിപ്റ്റോ കറൻസിനെ ബാക്ക് ചെയ്തിരിക്കുന്നത് ഡോളറിലാണ്, USDT. അപ്പൊ പലരും ചിന്തിക്കാറുണ്ട് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ അതിനെ ഒരു റെഗുലേഷൻ നടത്താത്ത ഒരു സംഭവം, ലീഗൽ അല്ല എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് എന്തിലാണ് ഒരു കറൻസിക്ക് വാല്യൂ വരണമെങ്കിൽ അതിനെ ബാക്ക് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടാകണം. അപ്പോൾ ബാക്ക് ചെയ്തിരിക്കുന്നത് ഡോളറാണ്. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എങ്കിൽ ബിറ്റ് കോയിൻ ആയിക്കോട്ടെ, ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഇൻഡസ്ട്രി ബാക്ക് ചെയ്തപ്പെട്ടിരിക്കുന്നത് ഡോളറിലാണ്. എങ്കിൽ പിന്നെ എവിടെയാണ് എക്കണോമി ഫണ്ട് ഫ്ലോ നടക്കുക? ഡോളറിലേക്കാണ് ഫണ്ട് ഫ്ലോ നടക്കുന്നത്. അത് അപ്പൊ എൻ്റെ ഒരു സംശയം, എങ്ങനെ വീണാലും ഒന്നീ ചേട്ടൻ ഞാൻ കഞ്ഞി കുടിക്കാൻ പോകും, ചേട്ടൻ വെയിൽ കെട്ടാൻ പോകും, അല്ലെങ്കിൽ ചേട്ടൻ വെയിൽ കെട്ടാൻ പോകും, ഞാൻ കഞ്ഞി കുടിക്കാമെന്ന് പറഞ്ഞാൽ ഡോളർ വിട്ടൊരു കളി ലോകത്തിനുണ്ടാവില്ലേ? ഇതുവരെയും നിലവിൽ നടന്നിട്ടില്ല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഡിജിറ്റലൈസേഷന്റെ ഭാഗമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതും ഡോളറിലാണ് ബാക്കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ XRP എന്നുള്ള ടോക്കൺ ആണെങ്കിലും XRP റിപ്പിൾ ലാബാണ് നടത്തുന്നത്. അവരെ ഉദ്ദേശിക്കുന്നത് ബ്ലോക്ക് ചെയിനിലേക്ക് CBDC ലോഞ്ച് ആകുന്ന സമയത്ത്, സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ലോഞ്ച് ആകുന്ന സമയത്ത് ആ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസിയിൽ നിന്നും ക്രിപ്റ്റോയിലേക്ക് വരാനുള്ള ബ്രിഡ്ജിന് സുഗമമാക്കുന്ന ട്രാൻസാക്ഷൻ മെത്തേഡുകളാണ് ഈ പറയുന്ന XRP. അതായത് നമ്മളിപ്പം ഉപയോഗിക്കുന്ന ഇപ്പം നമ്മുടെ SBI പോലുള്ള ബാങ്കുകളുണ്ടെങ്കിൽ പോലും ആ ബാങ്കുകളുടെ ATM കാർഡുകളുടെ ബാക്കിൽ ഇറങ്ങിയിരിക്കുന്നത് എന്താണ്? വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് എന്നാണ്. അപ്പോൾ വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് എന്ന് പറയുന്നത് ഗ്ലോബലി യൂസ് ചെയ്യുന്ന ഒരു സർവീസ് പ്രൊവൈഡർ ആണ് അവർ. അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിനിലേക്ക് വന്നു കഴിയുമ്പം ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിനകത്ത് കൂടുതൽ കൃത്യതയോടുകൂടി ചെയ്യാനായിട്ട്, ഫാസ്റ്റോടുകൂടി ചെയ്യാനായിട്ട് സർവീസ് ഓറിയന്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾട്ടർനേറ്റീവ് കോയിനുകളുണ്ട്. നിങ്ങൾ അറിയേണ്ടത്, കാളവണ്ടിയും റോക്കറ്റ് സയൻസും ബോയിങ്ങും എല്ലാം ഒരേപോലെ തന്നെ ഇന്നും അനുസ്യൂതം ചലിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. അപ്പം നമ്മളിപ്പോൾ റിട്ടയർ ആയ ഒരാൾക്ക് അയാളുടെ ഒരു 5 ലക്ഷം രൂപയുണ്ട്, 10 ലക്ഷം രൂപയുണ്ട്. അയാളിപ്പോൾ ഒരു ബാങ്ക്, ഇപ്പം കോപ്പറേറ്റീവ് ബാങ്കിൽ ഇടാൻ നിവൃത്തിയില്ല, ബാങ്കൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെ ഉള്ളത് അവർ നാമമാത്രമായ ഒരു പലിശയാണ് ഇപ്പം തരുന്നത്, പോസ്റ്റ് ഓഫീസുകാരോ ഇതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പിന്നെ പ്രൈവറ്റ് ഫിനാൻസിന് യാതൊരു ഉറപ്പുമില്ല, എപ്പം മൊത്തം ഊറ്റിക്കൊണ്ട് പോകുന്ന അറിയാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഈ ക്രിപ്റ്റോ കറൻസി പോലുള്ള യുവാക്കൾ അതിലേക്ക് ഇറങ്ങിയാൽ അവർക്ക് ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാസം ഒരു എത്ര ലക്ഷം രൂപ വരെ ഉണ്ടാക്കാൻ പറ്റും? സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഇതിനെ പഠിക്കുകയും ഇതിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ ഒരു 10 ലക്ഷം രൂപ നിക്ഷേപത്തിനകത്ത് ഏറ്റവും ചുരുങ്ങിയ ദൂരത്ത് ഒരാളുടെ ജീവിതമാർഗം ഒരു മാസത്തെ ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് കമ്പനിയിലെ പറയുമ്പോൾ പോലും സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് ഒരു 25 മുതൽ 30,000 രൂപ വരെ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ആ ഒരു എമൗണ്ട് നമുക്ക് ഈ ഒരു 10 ലക്ഷം രൂപ നിക്ഷേപത്തിൽ സ്വന്തമായിട്ട് നമുക്ക് നെറ്റ് ആക്സസ് ഉള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ഫ്രീഡത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ്. അതാണ് ഈ ടെക്നോളജിയുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മുടെ വിദ്യാഭ്യാസം 100% ഉണ്ടെന്ന് പറയുമ്പോൾ അതിലെ അഭിച്ഛുതി, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി എടുത്തിട്ട് MA MEd ഒക്കെ പഠിച്ചിട്ട് 1 കോടി രൂപ വരെ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അതിന് ബാങ്ക് ഇൻട്രസ്റ്റ് പോലും അല്ലാത്തൊരു എമൗണ്ട് UGC സ്കെയിൽ ശമ്പളമായിട്ട് മേടിച്ചിട്ട് 30-40 കൊല്ലം സേവനം വെറുതെ കൊടുക്കുന്ന ആ അധ്യാപകരെ പഠിപ്പിച്ചിറങ്ങുന്ന കുട്ടികൾ എങ്ങനെ നന്നാവും? എന്ത് ബിസിനസ്സിൽ ഇറങ്ങാൻ പറ്റും അവർക്ക്? എന്ത് ധൈര്യമാണ് അവർക്ക്? എന്തൊരു സയൻസ് ആണിത്? മാർഗദർശനം കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ സ്വയമേ ഞാൻ തന്നെ ഈ ഫീൽഡിലേക്ക് വരിക, ഇതിനെ മനസ്സിലാക്കിയതും ഞാൻ ആരും പറഞ്ഞു തന്നതോ പഠിപ്പിച്ചതോ അല്ല. ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു സീക്രട്ട് എൻ്റെ മനസ്സിൽ വന്നതിന് ഇതെന്താണ്, ഇത് അറിയണം എന്നുള്ള ഉത്കണ്ഠയോടുകൂടി ഞാൻ ഇതിനെ സ്വയം പഠിച്ചത് കൊണ്ട് മാത്രമാണ്. ഇന്നും സാധാരണക്കാരന് ഞാൻ ഈ പറഞ്ഞ കണക്ക് അവന് പെൻഷൻ കിട്ടിയ കാശ് അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചിട്ടി പിടിച്ച കാശ് ഒരു 5 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് ബാങ്കിനെക്കാട്ടി സുരക്ഷിതമായിട്ട് ഇതിൽ നിക്ഷേപിക്കാനും അതുവഴി അവർക്കൊരു നല്ല റിട്ടേൺസ് അവർക്ക് ഇപ്പം മെയിനായിട്ട് ജീവിക്കാൻ വേണ്ടി അവർക്കത് പ്രയോജനപ്പെടുത്താമെന്നാണോ നിങ്ങൾ പറയുന്നത്? തീർച്ചയായിട്ടും. ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്ന് ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ നിത്യജീവിതത്തിനകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത എല്ലാ മേഖലകളിലും ഡിജിറ്റൽ യുഗം കൈയടക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമുക്കൊരു നെറ്റ് റീചാർജ് ചെയ്താൽ 200-300 രൂപയ്ക്ക് ഫ്രീ കിട്ടുന്ന വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലെയുള്ള ചില സംഭവം ഇത് കാലാകാലങ്ങളോട് ഇങ്ങനെ നിൽക്കുമെന്നാണല്ലോ നമ്മൾ വിചാരിക്കേണ്ടത്. ഇതിന്റെ അഡ്വാൻസ് വെർഷനിലേക്ക് പോകുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് പണമായിട്ട് ഈ ഡിജിറ്റൽ എക്കണോമിക്കകത്ത് ഡിജിറ്റലിനകത്തൊരു അസറ്റ് വളരുന്നുണ്ട്. അത് ആപ്ലിക്കേഷൻ ത്രൂ ആണെങ്കിലും നമ്മുടെ സർവീസ് ആണെങ്കിലും. അപ്പോൾ എല്ലാ സോഫ്റ്റ്വെയറുകളും സർവീസ് ഓറിയന്റഡ് ആണ്. നാളെ പേ ചെയ്യേണ്ട ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ എക്കണോമി, അതിനെയാണ് നമ്മൾ ഡിജിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിർമ്മല സീതാറാം ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു, ഒരിക്കലും ക്രിപ്റ്റോ കറൻസീനെ ഇന്ത്യ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ ഡിജിറ്റൽ അസറ്റാണ് ഇന്ത്യ വിളിക്കുന്നത് അതിനെ. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഡിവിഷനെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഇന്ത്യയും ഇതിനെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. അതിനാണ് ഇന്ത്യ പക്ഷെ 30% ടാക്സ് ആണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ ചെറിയ നമ്മളിപ്പോ 1 കോടി രൂപ ഉണ്ടാക്കിയാൽ 30 ലക്ഷം രൂപ 30 ലക്ഷം രൂപ ടാക്സ് ആയിട്ട് പോകും. സാധാരണ നമ്മളിപ്പോ ഇൻകം ടാക്സിൽ വരുന്ന 1 കോടി രൂപ ലാഭം ഉണ്ടാക്കി ഇപ്പൊ നമ്മുടെ ബിസിനസ്സിലൊക്കെ ലാഭം ഉണ്ടാക്കി എത്ര അടക്കേണ്ടി വരും? ഇത്ര തന്നെ മതിയോ? അത് കൂടുതൽ വരും? അല്ല, ക്രിപ്റ്റോ ഇൻഡസ്ട്രിക്കകത്തേക്ക് വരുമ്പോൾ ക്രിപ്റ്റോ റെഗുലേഷനകത്ത് 30% ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന് കുറെ എമൗണ്ടിന്റെ മുകളിൽ വേരിയേഷൻസ് ഉണ്ട്. അതിനകത്ത് എന്നാലും ഒരു നമുക്ക് ഏറെക്കുറെ 20-30% എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ചിലപ്പം പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന്
രണ്ട് പ്ലാറ്റ്ഫോമുകളുണ്ട്, സെൻട്രലൈസ് ആൻഡ് ഡീസെൻട്രലൈസ്. അപ്പോൾ ഡീസെൻട്രലൈസിനെ ചെയ്യേണ്ടതിനെ കുറിച്ച് പഠിക്കുക, ഇതിനെയും മനസ്സിലാക്കുക. നിങ്ങൾക്ക് നമ്മളിപ്പോൾ ചെയ്യുന്ന ആൾക്ക് INR ആയിട്ട് തന്നെ ഈ ക്യാഷ് വേണമെന്നും നിർബന്ധ ബുദ്ധി ഉള്ള ഒരാളാണെങ്കിൽ അവൻ പേ ചെയ്തിട്ട് ചെയ്തോട്ടെ, അത് ന്യായമായിട്ട് ഗവൺമെന്റിന്റെ നിയമപ്രകാരം നമ്മൾ ചെയ്യണം. രണ്ടാമത്തത് ഗ്ലോബലി നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഗ്ലോബലി ചെയ്യാനായിട്ട് ഇന്റർനെറ്റ് യൂസ് അപ്പൊ ഈ ടാക്സ് കൊടുക്കണ്ട, അല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ അതിനുള്ള മാർഗങ്ങളുണ്ട്. സഞ്ചരിക്കുന്നവനായിരിക്കണം. എനിക്കിപ്പോ നിങ്ങളോട് ഇപ്പൊ സഞ്ചരിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, ഇപ്പൊ സാധാരണ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവനെ ഓഫീസിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കണം, ആരോഗ്യവും ഒക്കെ നഷ്ടപ്പെടും. അത് മാത്രമല്ല അങ്ങേറ്റം പോയ ഹോം വർക്ക് എന്ന ഒരു പുതിയ സിസ്റ്റം ഉണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്നത് ഞാൻ എപ്പോഴും സഞ്ചരിക്കാൻ ഫ്രീ ആണ്, കാശ്മീർ മുതലോ ലോകത്ത് എവിടെ ഉള്ളെങ്കിലും സഞ്ചരിക്കാം, ഞാൻ ദിവസം ഒരു ആവറേജ് ഒരു 3000, 4000, 5000 രൂപ വരെ കളിച്ചോണ്ട് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാരമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡം ഉണ്ട് നിങ്ങൾക്ക്, നിങ്ങൾ ആവശ്യമുള്ളപ്പോൾ കയറി ഓപ്പൺ അപ്പ് ചെയ്യുന്നു, എന്നെ കാണിച്ചു തന്നല്ലോ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെ ഒരു ക്ലാസ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ? തീർച്ചയായിട്ടും ഞാനതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതിനെ എടുത്തിരിക്കുന്ന എൻ്റെ സർവീസായിട്ട് ഡിജിറ്റൽ അസറ്റ് മാനേജ്മെന്റ്, ഡിജിറ്റൽ അസറ്റ് കൺസൾട്ടൻസി, ബ്ലോക്ക് ചെയിൻ ആൻഡ് ക്രിപ്റ്റോ എഡ്യൂക്കേഷൻ, ഇതാണ് എൻ്റെ പ്രൊഫഷൻ. അല്ലാതെ പ്രത്യേകത ഒരു കോയിനിലേക്കോ ഇല്ലെങ്കിൽ അങ്ങനെ ക്രിപ്റ്റോയുടെ അതിനെ കുറിച്ചിട്ടൊന്നും അല്ല നമ്മൾ പറയുന്നത്. ക്രിപ്റ്റോയെ കുറിച്ച് സാധാരണ മനുഷ്യനും അറിയണം, താല്പര്യമുള്ളവൻ അതിനകത്ത് എങ്ങനെ ഒരു പണം ജനറേറ്റ് ചെയ്യാമെന്നുള്ള. ഏറ്റവും കുറഞ്ഞ എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറങ്ങാൻ പറ്റും? ക്രിപ്റ്റോ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാം. പഠിക്കുക, ആദ്യം മനസ്സിലാക്കുക, പഠിക്കുക, ഒരു 2-3 മാസം നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക. ആദ്യം ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിശ്വാസത നേടിയെടുക്കുക. കാരണം ഏതൊരു വിഷയമാണ് നമ്മൾ അറിഞ്ഞ് നമ്മളത് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം അതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യവും വിശ്വാസവും വേണം. ആ ബോധ്യം വിശ്വാസവും വന്നതിന് ശേഷമാണ് നമ്മുടെ വർക്ക് തുടങ്ങുന്നത്. അപ്പോൾ അതിനുശേഷം പല രൂപേണയുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അത് പഠിപ്പിച്ച് അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യിപ്പിക്കും. അല്ല, അവർക്ക് നമ്മൾ ഫണ്ട് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഫണ്ട് ഹാൻഡിൽ ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ യുവാക്കൾ വേറെ എങ്ങും പോകാതെ തന്നെ അവർക്ക് ഇന്നത്തെ രീതിയിൽ കൂടെ ഇവിടെ ഫ്യൂച്ചർ ഉണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്? തീർച്ചയായിട്ടും ഇവിടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അനവധി ഫീൽഡുകളുണ്ട് ക്രിപ്റ്റോ ഇൻഡസ്ട്രിക്കകത്ത്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞാൽ ക്രിപ്റ്റോ എന്തുകൊണ്ട് പോപ്പുലർ ആകുന്നു, ഇപ്പോൾ ഗ്ലോബലി നമ്മൾക്കറിയാം, ഇറാനിൽ ഫസ്റ്റ് വാർ സ്റ്റാർട്ടായ സമയത്ത് തന്നെ ബിറ്റ് കോയിൻ മൂവ്മെന്റ് നടന്നു. അപ്പോൾ കൊറോണയുടെ സമയത്ത് 2020 ബിറ്റ് കോയിൻ ഏറ്റവും ബോട്ടമത്തിൽ കിടന്ന ഒരു ഇതാണ്. 2020-21 കാലഘട്ടത്തിൽ ക്രിപ്റ്റോ $7,000 കിടന്ന് ലോക്ക്ഡൌണിന്റെ സമയത്ത് ക്രിപ്റ്റോ $69,000 കുതിച്ചു. അതായത് ഏറ്റവും എക്കണോമി തകർന്ന് ലോക്ക്ഡൌൺ പീരീഡിൽ ഡിജിറ്റൽ എക്കണോമി വർദ്ധിച്ചു. ബിറ്റ് കോയിന്റെ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം 15 വർഷം കൊണ്ട്, ഏറെക്കുറെ 15 വർഷം കൊണ്ട് 10 രൂപ എന്നുള്ളത് 1 കോടിയുടെ മുകളിലേക്ക് കവിഞ്ഞിരിക്കുന്നു. ഏതാനും 8 മാസങ്ങൾക്ക് മുമ്പ് ബിറ്റ് കോയിൻ 1 കോടി കവിഞ്ഞിരുന്നു. അപ്പോൾ തുടർന്ന് ഉള്ള 1-2 ഭാഗങ്ങൾ കൂടെ നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങളുടെ നമ്പർ ഇവിടെ സ്ക്രോൾ ചെയ്യാം. അപ്പോൾ അതിനോടൊപ്പം ആവശ്യക്കാർ നിങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ഇടയാവട്ടെ. നന്ദി, നമസ്കാരം.